Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങും ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങും കണ്ടതാണ്. അതായത് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലെ സൈഡ് ബൈ സൈഡ് അറേഞ്ച്മെന്റ്. ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് രണ്ട് തരത്തിൽ നമ്മൾ കണ്ടു, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആൻഡ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി ഇതിവിടെ ഒരു ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ടു ഡയമെൻഷനിൽ അറിയുമ്പോൾ രണ്ട് ഡയറക്ഷനിലും പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യും. ഇനി അടുത്തത് ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അതായത് ഇതിന്റെ മുകളിലായി അടുത്ത ഫസ്റ്റ് ലെയറിന്റെ പാർട്ടിക്കിൾസിന്റെ മുകളിലായി സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ വെക്കുമ്പോഴാണ് ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആ രീതി. ഇനി നമ്മൾ കണ്ടു രണ്ട് തരത്തിലുള്ള ക്ലോസ് പാക്കിംഗ് ഉണ്ട്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഓർമ്മയുണ്ടല്ലോ, വോയിഡ് നോക്കിയാൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ എംപ്റ്റി സ്പേസ് കൂടുതലാണ്, എന്നാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗിൽ എംപ്റ്റി സ്പേസ് കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ക്ലോസ് പാക്കിംഗ് ഇൻ ത്രീ ഡയമെൻഷണൽ. In the case of hexagonal close packing, അതായത് ഇവിടെ ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിനെയാണ്. അതായത് ഇതേപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ ഫസ്റ്റ് ലെയറിനെ ഒരു ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് അതിന്റെ ഫസ്റ്റ് ലെയറിനെയാണ് ഇവിടെ ഈ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ മാത്രം ശ്രദ്ധിക്കാം. അതിനെ നമ്മൾ എ ലെയറായി കൺസിഡർ ചെയ്യാം. ഇനി ആ ബ്ലൂ കളറുള്ള സ്പിയേഴ്സിന്റെ മുകളിലായി ആ സ്പിയേഴ്സിനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ ഒരു ട്രയാങ്കുലർ വോയിഡ് ഈ മൂന്നെണ്ണം ജോയിൻ ചെയ്ത് വരുമ്പോൾ ഈ മൂന്ന് സ്പിയേഴ്സും, അതായത് ഫസ്റ്റ് റോയുടെ ഡിപ്രഷനിൽ സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾ ആണ് വരിക. അപ്പോൾ ഈ ബ്ലൂ കളറിലെ മൂന്ന് പാർട്ടിക്കിളിനെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ മൂന്നെണ്ണം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ്, ഒരു ട്രയാങ്കുലർ ഷേപ്പിലെ ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ട്രയാങ്കുലർ ഷേപ്പിലെ എംപ്റ്റി സ്പേസിന്റെ നേരെ മുകളിലായി അടുത്ത ലെയറിലെ പാർട്ടിക്കിൾസിനെ ഓക്യുപ്പൈ ചെയ്യുന്നു. ഇതിന്റെ മുകളിലായി, വോയിഡിന്റെ മുകളിലായി അടുത്ത ലെയറിലെ പാർട്ടിക്കിൾസിനെ നമ്മൾ ഓക്യുപ്പൈ ചെയ്യാണ്. ഇനി ഇതിനെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇതിലെ ട്രയാങ്കുലർ വോയിഡ് കവർ ചെയ്യുന്ന വിധത്തിൽ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ, സ്പിയേഴ്സിനെ പൊസിഷൻ ചെയ്താൽ പക്ഷേ എല്ലാ വോയിഡും അത് കവർ ചെയ്യില്ല. ചില പൊസിഷനിൽ വോയിഡ്സ് കവർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് അതിനെ വിശദമായിട്ട് നോക്കാം. അതായത് ഇവിടെ if the particles of the second layer is above the triangular void of the first layer, the spheres of the second layer is above the triangular void of the first layer, then the void, ഇതിന്റെ സെന്ററിലെ void എന്ന് വിചാരിക്കാം. The void surrounded by four touching spheres. അതായത് ഈ voidന് ചുറ്റും 4 spheres ആണ് ടച്ച് ചെയ്ത് വരിക. Then that void is known as a tetrahedral void. The void surrounded by four touching spheres is called tetrahedral void. അതായത് അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡ്. ഇനി ഈ ട്രയാങ്കുലർ വോയിഡിന്റെ, ഇതാണ് ട്രയാങ്കുലർ വോയിഡ്, ഈ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിൽ സെക്കൻഡ് ലെയറിലെ സ്പിയറിനെ അറേഞ്ച് ചെയ്യുന്നു. That is, the spheres of the second layer is above the void of the triangular void of the first layer. Then the void formed is known as a tetrahedral void. Tetrahedral void. Tetrahedral void. The spheres of the second layer is over the triangular void of the first layer. Then the void formed is known as tetrahedral void. That is, the void surrounded by four touching spheres. മൂന്നെണ്ണം
ഫസ്റ്റ് ലെയറിലെ സ്ഫിയറും അതിന്റെ നേരെ മുകളിലായി സെക്കൻഡ് ലെയറിലെ സ്ഫിയറിനെ, അതായത് ഫസ്റ്റ് ലെയറിലെ സ്ഫിയേഴ്സിന്റെ ഇടയ്ക്കുള്ള ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിലായി സെക്കൻഡ് ലെയറിലെ സ്ഫിയേഴ്സിനെ അറേഞ്ച് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഇനി ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ടെട്രാഹീഡ്രൽ വോയിഡ് ആണ്. അതിനെ ഞാൻ ടി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ടെട്രാഹീഡ്രൽ വോയിഡ്. ഇനി അടുത്ത നോക്കിയേ, അതായത് ഈ ഒരു ലൊക്കേഷൻ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ലെയറിലെ, അതായത് ബ്ലൂ കളറിലുള്ളത് ഫസ്റ്റ് ലെയറിലെ സ്ഫിയേഴ്സ്, ഈ മൂന്ന് സ്ഫിയേഴ്സും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കുലർ വോയിഡ് ഫോം ചെയ്തു. ഇനി ആ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിലായി അടുത്ത ലെയറിലെ മൂന്ന് സ്ഫിയേഴ്സിന്റെ ട്രയാങ്കുലർ വോയിഡ് വരുന്നു. അതായത് here the void of the second layer, the triangular void of the second layer is above the triangular void of the first layer. അതായത് ഫസ്റ്റ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിൽ തന്നെ സെക്കൻഡ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡും വരുന്നു. നമ്മൾ സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ വോയിഡിന് ചുറ്റും എത്ര സ്ഫിയേഴ്സ് ആണുള്ളത്? അതായത് ഈ ഫസ്റ്റ് ലെയറിലെ ബ്ലൂ കളറിൽ വരുന്ന മൂന്ന് സ്ഫിയേഴ്സ്, ഇനി സെക്കൻഡ് ലെയറിലെ റെഡ് കളറിൽ വരുന്ന മൂന്ന് സ്ഫിയേഴ്സ്. അതായത് ഇത് ഫസ്റ്റ് ലെയറിലെ മൂന്ന് സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഉള്ള വോയിഡ്, ട്രയാങ്കുലർ വോയിഡ്. ഇനി ആ ട്രയാങ്കുലർ വോയിഡിന്റെ മുകളിലായി സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ പൊസിഷൻ ചെയ്യാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ കൂർത്ത ഭാഗം, അതായത് അപ്പെക്സ് പോയിന്റിംഗ് അപ്വേർഡ്സ്, അടുത്തത് വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് വേയിലാണ്. ഇവിടെ മുകളിൽ രണ്ടെണ്ണം, താഴെ ഒരെണ്ണം, ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് വേയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതായത് മുകളിൽ ഒരു സ്ഫിയർ, താഴെ രണ്ട് സ്ഫിയർ. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് വരുന്ന സ്ഫിയർ there is octahedral സ്ഫിയർ അല്ല, ഇതിന്റെ ഇടയ്ക്കുള്ള void, there is octahedral void, and here it is tetrahedral void. അതായത് the void surrounded by 6 touching spheres. ശ്രദ്ധിക്കുക, touching spheres അങ്ങനെ തന്നെ പറയണം. The void surrounded by 6 touching spheres is called octahedral void, and the void surrounded by 4 touching spheres is called tetrahedral void. That is, ഈ voids നെ പറയുന്നത്, ഇതിനെ നമുക്ക് പറയാം interstitial void, interstitial voids, interstitial voids. അപ്പോൾ interstitial voids ഏതൊക്കെയാണ്? രണ്ട് തരത്തിലാണ്, ടെട്രാഹീഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്. There is void surrounded by 4 touching spheres, that is tetrahedral void, and the void surrounded by 6 touching spheres, octahedral void. അതായത് ഇവിടെ ഈ 4 സ്ഫിയേഴ്സിന്റെ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു ടെട്രാഹീഡ്രൽ ആണ് ഫോം ചെയ്യുക. ആ വോയിഡിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ ഷേപ്പ് ആയിരിക്കും. അതേപോലെ ഇവിടെ ഈ 6 സ്ഫിയേഴ്സിന്റെ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു ഒക്ടാഹീഡ്രൽ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ടെട്രാഹീഡ്രൽ വോയിഡ്, ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് സ്ഫിയേഴ്സും വോയിഡും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് here if n is the number of spheres അല്ലെങ്കിൽ ആറ്റം, ആറ്റത്തിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ ആണല്ലോ നമ്മൾ സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ if n is the number of spheres, then the number of tetrahedral voids, that is double the number of spheres. That is, the number of tetrahedral voids is equal to 2n. But in the case of octahedral void, the number of octahedral voids is equal to the number of spheres. That means n.
ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കണം. ഈ വോയിഡ്സ് ഇമ്പോർട്ടന്റ് ആണ്, ടെട്രാഹീഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്. അതേപോലെ ഇതിന്റെ നമ്പേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. That is n is the number of spheres, then the number of tetrahedral void, that is 2n, and the number of octahedral void, that is n. അത് ഓർക്കാൻ ഒരു എളുപ്പമുണ്ട്. അതായത് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് n ആണെങ്കിൽ octahedral void, that is n. But the tetrahedral void, that is 2n. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാം. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരേണ്ടതാണ്. അപ്പൊ നമ്മൾ ഓർക്കുക 2 എന്ന് പറയുമ്പോൾ TWO2. അപ്പോൾ ഇവിടെ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെട്രാഹീഡ്രൽ വോയിഡ്, ദാറ്റ് ഈസ് 2n. അങ്ങനെ ഓർക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു രണ്ട് തരത്തിലുള്ള ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്സ്. ഇനി അതായത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension. ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിന്റെ മുകളിലായി സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള വോയിഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് ടെട്രാഹീഡ്രൽ വോയിഡ്, വേറൊന്ന് ഒക്ടാഹീഡ്രൽ വോയിഡ്. ഇനി നമ്മൾ അതിന്റെ മുകളിലായി, അതായത് ഈ സെക്കൻഡ് ലെയറിന്റെ മുകളിലായി തേർഡ് ലെയറിനെ വെക്കുകയാണെന്ന്, തേർഡ് ലെയറിനെ പ്ലേസ് ചെയ്യുകയാണെന്ന് വെക്കും. അതായത് മൂന്നാമത്തെ ലെയർ. അപ്പോൾ അതിടെ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. That is by covering the tetrahedral void of the second layer or by covering the octahedral void of the second layer. അതായത് സെക്കൻഡ് ലെയറിന്റെ മുകളിലായി തേർഡ് ലെയറിനെ പ്ലേസ് ചെയ്യുമ്പോൾ there are two possibilities. The first one by covering the tetrahedral void and the second one by covering the octahedral void. നമുക്ക് ആദ്യം ടെട്രാഹീഡ്രൽ വോയിഡിനെ by covering the tetrahedral void എങ്ങനെയെന്ന് നോക്കാം. അതായത് ഇത് ഒരു ടെട്രാഹീഡ്രൽ വോയിഡ്. ഈ ടെട്രാഹീഡ്രൽ വോയിഡ് സെക്കൻഡ് ലെയറിലെ ടെട്രാഹീഡ്രൽ വോയിഡ് ആണിത്. ഇതിന്റെ നേരെ മുകളിലായി തേർഡ് ലെയറിലെ പാർട്ടിക്കിളിനെ, അതായത് തേർഡ് ലെയറിലെ പാർട്ടിക്കിളിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് by covering the tetrahedral void of the second layer. When a third layer is placed over the second, there are two possibilities. അതായത് ഒരു തേർഡ് ലെയറിനെ സെക്കൻഡ് ലെയറിന്റെ മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ്. One is by covering the tetrahedral void and the other one by covering the octahedral void. When a third layer is placed over the second layer by covering the tetrahedral void of the second layer. അതായത് ഒരു തേർഡ് ലെയറിനെ സെക്കൻഡ് ലെയറിലെ ടെട്രാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്താൽ here the spheres of first and third layers are identical. The spheres of the third layer is exactly aligned with that of the first layer. അതായത് ഫസ്റ്റ് ലെയറിലെ സ്ഫിയേഴ്സിന്റെ നേരെ മുകളിലായിട്ടാവും തേർഡ് ലെയറിലെ സ്ഫിയേഴ്സിന്റെ അറേഞ്ച്മെന്റ് വരിക. അതായത് ഇവിടെ ബ്ലൂ കളർ ആയിരുന്നു ഫസ്റ്റ് ലെയർ. ഞാൻ തേർഡ് ലെയർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്? തേർഡ് ലെയർ ആണ്. ഇത് തേർഡ് ലെയറിലെയാണ്. അതായത് സെക്കൻഡ് ലെയറിലെ ടെട്രാഹീഡ്രൽ വോയിഡ് കവർ ചെയ്യുന്ന വിധത്തിൽ തേർഡ് ലെയറിലെ പാർട്ടിക്കിളിനെ പ്ലേസ് ചെയ്യുന്നു. ഇനി അപ്പോൾ ഇവിടെ മനസ്സിലാവും ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ആർ ഐഡന്റിക്കൽ. ഒരേ അറേഞ്ച്മെന്റ് ആണ് വരിക. ഫസ്റ്റിനും തേർഡിനും ഫസ്റ്റ് ആൻഡ് തേർഡ് ആർ ഐഡന്റിക്കൽ. അപ്പോൾ തേർഡ് ലെയറും ഫസ്റ്റ് ലെയറും ഒരേപോലെ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എ ലെയർ. അപ്പോൾ ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് AB ടൈപ്പ് അറേഞ്ച്മെന്റ്. That is the first, second, third. The first and third are identical. The arrangement AB type arrangement. ഇനി ഈ സ്ട്രക്ചറിനെ, ഈ അറേഞ്ച്മെന്റിനെ പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, HCP സ്ട്രക്ചർ. ഇതിന് എക്സാമ്പിൾ ആണ് ദി മെറ്റൽസ് ലൈക്ക് മഗ്നീഷ്യം ആൻഡ് സിങ്ക്. HCP അറേഞ്ച്മെന്റ് ആണ് വരുന്നത് മഗ്നീഷ്യം, സിങ്ക് മുതലായ മെറ്റൽസിന്. ഇനി രണ്ടാമത്തേത് ഇവിടെ നമ്മൾ കണ്ടത് ബൈ കവറിംഗ് ദി ടെട്രാഹീഡ്രൽ വോയിഡ് ഓഫ് ദി സെക്കൻഡ് ലെയർ. ദി സെക്കൻഡ് പോസിബിലിറ്റി
by covering the octahedral void of the second layer. അതായത് സെക്കൻഡ് ലെയറിലെ ഇവിടെ octahedral void ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ octahedral void കവർ ചെയ്യുന്ന വിധത്തിൽ തേർഡ് ലെയറിലെ സ്പിയേഴ്സിനെ അറേഞ്ച് ചെയ്യും. That is, when a third layer is placed over the second layer by covering the octahedral void of the second layer. അപ്പോൾ തേർഡ് ലെയറിലെ പാർട്ടിക്കിൾസ് സെക്കൻഡ് ലെയറിലെ octahedral void കവർ ചെയ്യുന്ന വിധത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫസ്റ്റും സെക്കൻഡും ആയി യാതൊരു ബന്ധവും ഇല്ല തേർഡ് ലെയറിന്, അത് ഡിഫറെന്റ് ആണ്. അപ്പൊ തേർഡ് ലെയറിൽ വരുന്ന ആ തേർഡ് ലെയറിനെ നമുക്ക് സി ആയിട്ട് കണക്കാക്കാം. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇവിടെ ഈ തേർഡ് ലെയറിനെ നമുക്ക് സി ആയിട്ട് കണക്കാക്കാം. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദി ഫസ്റ്റ് ആൻഡ് ദി സെക്കൻഡ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ബി സി ടൈപ്പ് അറേഞ്ച്മെന്റ്. അപ്പോൾ ഡിഫറെന്റ് ലെയേഴ്സിനെ അടുക്കി മുകളിലേക്ക് വെക്കുകയാണ് 3 ഡയമെൻഷണൽ പാക്കിങ്ങിൽ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. എങ്ങനെയാണ്? ഫസ്റ്റും സെക്കൻഡും തേർഡും ഡിഫറെന്റ് ആണ്, എന്നാൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ആർ ഐഡന്റിക്കൽ. സെക്കൻഡും ഫിഫ്തും ഐഡന്റിക്കൽ ആയിരിക്കും. ആ രീതിയിൽ പോകും. അപ്പോൾ ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എ ബി സി ടൈപ്പ് അറേഞ്ച്മെന്റ്. ഇനി ഈ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എഫ്, ആൻഡ് ഹിയർ ദിസ് അറേഞ്ച്മെന്റ് ഇറ്റ് ഈസ് FCC or CCP type structure. അതായത് face centered cubic closed packed structure. ഇതിലാണ് ഈ ABC ടൈപ്പ് അറേഞ്ച്മെന്റ് വരുന്നത്. ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള മെറ്റൽസ് എന്ന് പറയുന്നത് കോപ്പർ, സിൽവർ. അതായത് when a third layer is placed over the second layer, there are two possibilities. The first one by covering the tetrahedral void of the second layer. Then the next one by covering the octahedral void of the second layer. Then if it cover the tetrahedral void, the arrangement is called AB type arrangement. If it cover the octahedral void, then it is called ABC type arrangement. ഇനി ഇത് നമുക്ക് ഒരു octahedral voidൽ ഫസ്റ്റ് ഫോം ചെയ്യുന്നത്, അതായത് നമുക്കൊരു octahedral void എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു ഫസ്റ്റ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ആ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിൽ സെക്കൻഡ് ലെയറിലെ മറ്റൊരു ട്രയാങ്കുലർ വോയിഡിനെ വെക്കുകയാണ്. അതായത് ഫസ്റ്റ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ ഓപ്പോസിറ്റ് വേയിലാണ് സെക്കൻഡ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡിനെ വെച്ചിരിക്കുന്നത്. ഇനി ഈ വോയിഡിന് ചുറ്റും, ഇതിന്റെ നടുക്കുള്ള വോയിഡിന് ചുറ്റും എത്ര സ്പിയേഴ്സ് ആണ് വന്നിരിക്കുന്നത്? 6 സ്പിയേഴ്സ് അല്ലെ? 6 സ്പിയേഴ്സ് ആണ്. ഫസ്റ്റ് ലെയറിലെ 3ഉം സെക്കൻഡ് ലെയറിലെ 3ഉം, മൊത്തം 6 സ്പിയേഴ്സ് ആണ്. ദി വോയിഡ് സറൗണ്ടഡ് ബൈ 6 ടച്ചിങ് സ്പിയേഴ്സ് ഈസ് കോൾഡ് octahedral void. ഇനി ഈ വോയിഡിന്റെ, ഈ സ്പിയേഴ്സിന്റെ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു octahedral ഷേപ്പ് ആണ് വരിക. അതുകൊണ്ടാണ് അതിനെ octahedral void എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതായത് ഫസ്റ്റ് ലെയറിലെ സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയറിന്റെ മുകളിലായി സെക്കൻഡ് ലെയറിനെ നമ്മൾ വെക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ദി ഫസ്റ്റ് ലെയറിനെ എ ആയിട്ട് കൺസിഡർ ചെയ്താൽ സെക്കൻഡ് ലെയറും അതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ അതായത് ഫസ്റ്റ് ലെയറിലെയും സെക്കൻഡ് ലെയറിലെയും സ്പിയേഴ്സ് ഒരേ പൊസിഷനിലായിരിക്കും. ഇറ്റ് ഈസ് വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടലി അലൈൻഡ്. അപ്പോൾ ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എ ടൈപ്പ് അറേഞ്ച്മെന്റ്.
കാണുന്നത് ഒരു 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയർ ആണ്. ഇനി അതിൽ ട്രയാങ്കുലർ വോയിഡ്സ് കാണാം. ഈ ട്രയാങ്കുലർ വോയിഡ്സ് ഓക്യുപ്പൈ ചെയ്യുന്ന വിധത്തിൽ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ വെക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് ലെയറിലെ എല്ലാ ട്രയാങ്കുലർ വോയിഡും സെക്കൻഡ് ലെയറിലെ സ്പിയേഴ്സ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല. ചില പൊസിഷൻസ് വോയിഡ് ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ടെട്രാഹിഡ്രൽ വോയിഡ് ആണെങ്കിൽ ഫസ്റ്റ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിൽ സെക്കൻഡ് ലെയറിലെ സ്പിയർ വന്നാൽ ദർ ഈസ് എ വോയിഡ് സറൗണ്ടഡ് ബൈ 4 touching spheres. That is called a tetrahedral void. അതായത് ഈ ടെട്രാഹിഡ്രൽ വോയിഡിന് ചുറ്റും 4 സ്പിയേഴ്സ് ആണ്. ഈ സ്പിയേഴ്സിന്റെ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു ടെട്രാഹിഡ്രൻ ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ടെട്രാഹിഡ്രൽ വോയിഡ് എന്ന പേര്. ഇനി അടുത്തത് ഒക്ടാഹിഡ്രൽ വോയിഡ്. ഇവിടെ ഒരു ഒക്ടാഹിഡ്രൽ വോയിഡിന് ചുറ്റും 6 സ്പിയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡിന്റെ നേരെ മുകളിൽ തന്നെ സെക്കൻഡ് ലെയറിലെ ട്രയാങ്കുലർ വോയിഡ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ വോയിഡ്സ് രണ്ടും ഒരേ ലൊക്കേഷനിലാണ്. അപ്പോൾ ദി വോയിഡ് സറൗണ്ടഡ് ബൈ 6 ടച്ചിങ് സ്പിയേഴ്സ്. അതായത് ഫസ്റ്റ് ലെയറിലെ 3 പാർട്ടിക്കിളും സെക്കൻഡ് ലെയറിലെ 3 പാർട്ടിക്കിളും അതിന് ചുറ്റും വരുന്നു. ദി വോയിഡ് സറൗണ്ടഡ് ബൈ 6 ടച്ചിങ് സ്പിയേഴ്സ് ഈസ് കോൾഡ് ആൻ ഒക്ടാഹിഡ്രൽ വോയിഡ്. ഇനി ഈ വോയിഡ് കമ്പയർ ചെയ്താൽ ടെട്രാഹിഡ്രൽ വോയിഡ് ആണോ ഒക്ടാഹിഡ്രൽ വോയിഡ് ആണോ വലുത്? ആലോചിച്ച് നോക്കിക്കേ. 4 സ്പിയറിന്റെ ഉള്ളിൽ വരുന്ന വോയിഡ് ആണ് ടെട്രാഹിഡ്രൽ വോയിഡ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഒക്ടാഹിഡ്രൽ വോയിഡ് എത്രയാണ്? 6 സ്പിയേഴ്സിന്റെ നടുക്കാണ് വരുന്നത് വോയിഡ്. അപ്പോൾ ഏതായിരിക്കും വലുത്? ഒക്ടാഹിഡ്രൽ വോയിഡ് ആയിരിക്കും ടെട്രാഹിഡ്രൽ വോയിഡിനേക്കാൾ വലുത്. Close packing in 3 dimension. First one, square close packing. ഒരു സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയറിന്റെ മുകളിലായി അടുത്ത ലെയറിനെ വെക്കുകയാണ്. Here the particles of the first and second layers are identical. അതായത് ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിന്റെ അതേ പൊസിഷനിൽ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾ വരുന്നു. ദി വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ്. ദി പാർട്ടിക്കിൾസ് ഓഫ് ദി സെക്കൻഡ് ലെയർ ആർ എക്സാക്ട്ലി എബവ് ദി ഫസ്റ്റ് ലെയർ. അതിനു മുകളിലായി അടുത്ത ലെയേഴ്സിനെ അടുക്കി അടുക്കി വെക്കുന്നു. Each sphere is in contact with 6 spheres, 4 from the same layer and 1 from the top layer and 1 from the bottom layer. ഒരു സ്പിയറിനെ ടച്ച് ചെയ്ത് വരുന്ന സ്പിയേഴ്സിന്റെ എണ്ണം മൊത്തം 6. കോർഡിനേഷൻ നമ്പർ 6. ഫസ്റ്റ് ലെയറിനെ എ ആയും സെക്കൻഡ് ലെയറും തേർഡും ഒക്കെ എ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിതിനെ പറയാം A type arrangement. ഇനി അടുത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഒരു 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ വരുന്ന വോയിഡ് ട്രയാങ്കുലർ വോയിഡ്, അപ്പെക്സ് പോയിന്റിംഗ് upwards and apex pointing downwards. അതായത് പൂർത്തഭാഗം മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. ഇനി ഈ ലെയറിന് മുകളിലായി അതിലെ വോയിഡ്സ് ഓക്യുപ്പൈ ചെയ്യുന്ന വിധത്തിൽ അടുത്ത ലെയറിലെ സ്പിയേഴ്സിനെ വെക്കുകയാണ്. പക്ഷേ അതിനെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എല്ലാ വോയിഡ്സും സെക്കൻഡ് ലെയറിലെ സ്പിയേഴ്സ് കവർ ചെയ്യുന്നില്ല. വീണ്ടും എംപ്റ്റി സ്പേസസ് കാണാം.
ഒരു തേർഡ് ലെയർ സെക്കൻഡ് ലെയറിന് മുകളിലായി വെക്കുകയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ആണ്. ഫസ്റ്റ് വൺ കവറിംഗ് tetrahedral void and the second one covering octahedral void. ടെട്രാഹീഡ്രൽ വോയിഡ് ഓക്യുപ്പൈ ചെയ്യുന്ന വിധത്തിൽ സെക്കൻഡ് ലെയറിലെ ടെട്രാഹീഡ്രൽ വോയിഡ് ഓക്യുപ്പൈ ചെയ്യുന്ന വിധത്തിൽ തേർഡ് ലെയറിനെ വെച്ചാൽ ദി പാർട്ടിക്കിൾസ് ഓഫ് ദി തേർഡ് ആൻഡ് ഫസ്റ്റ് ലെയേഴ്സ് ആർ ഐഡന്റിക്കൽ. സെയിം അലൈൻമെന്റ് ആണ്. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഫസ്റ്റ് ലെയർ എ ആണെങ്കിൽ സെക്കൻഡ് ബി, തേർഡ് സെയിം ആണ്. അതുകൊണ്ട് അതിനെ എ ലെയർ എന്ന് തന്നെ പറയാം. ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ്. ഇനി അടുത്തത്, ഇതിനെ നോക്കിയാൽ ദി കോർഡിനേഷൻ നമ്പർ ദാറ്റ് ഈസ് 12. Each sphere is in contact with 6 other spheres from the same layer, 3 from the bottom layer and 3 from the top layer. Therefore, the coordination number 12. ഇനി അടുത്തത് by covering octahedral void. സെക്കൻഡ് ലെയറിലെ octahedral voidനെയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഓക്യുപ്പൈ ചെയ്യുന്ന വിധത്തിൽ തേർഡ് ലെയറിലെ സ്ഫിയേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നു. ഇനി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, നമുക്ക് മനസ്സിലാവും. ദി പാർട്ടിക്കിൾസ് ഓഫ് ദി തേർഡ് ലെയർ ഇറ്റ് ഈസ് നോട്ട് ഐഡന്റിക്കൽ വിത്ത് ദി ഫസ്റ്റ് ഓർ സെക്കൻഡ് ലെയർ. ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഫസ്റ്റ് ലെയറിനെ എ ആയും സെക്കൻഡ് ബി ആയും തേർഡ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അതിനെ സി ലെയർ ആയിട്ട് കണക്കാക്കാം. ഇനി അതിന് മുകളിലായി അടുത്ത ലെയറിനെ അടുക്കി വെക്കുന്നു. നമുക്ക് മനസ്സിലാവും. ഹിയർ ദി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ലെയേഴ്സ് ആർ ഐഡന്റിക്കൽ. അപ്പോൾ അതിനെ എ ലെയർ ആയി കണക്കാക്കാം. ദി അറേഞ്ച്മെന്റ് ദാറ്റ് ഈസ് ABC ടൈപ്പ് അറേഞ്ച്മെന്റ്. 3-dimensional ക്ലോസ് പാക്കിംഗ് നമ്മൾ കണ്ടു. മനസ്സിലായല്ലോ അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ എ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് പറയും. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് രണ്ട് തരം. ഫസ്റ്റ് വൺ ഈസ് AB പാറ്റേൺ, ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ ഓർ HCP സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾ ആണ് മഗ്നീഷ്യം സിങ്ക്. അതേപോലെ രണ്ടാമത്തത് ABC പാറ്റേൺ. ഇറ്റ് ഈസ് CCP or FCC type structure, that is cubic closed pack structure or face centered cubic structure. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ ഇനി കാണാം.